ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് വയനാട് ചുരത്തിലാട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുലർച്ചയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ വയനാട് തമിഴ്നാട് ബോർഡറിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് അമ്മമ്മയും അമ്മച്ചിനൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ തമിഴ്നാട് കേരളം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ കുരങ്ങന്മാരില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചം വന്നേരെയാണ് കുരങ്ങന്മാരൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഞങ്ങൾ 2 ബൈക്കിലായിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാട്ടോ പിന്നീടുള്ള ചുരം കയറിയത്. അപ്പോൾ നമ്മൾ പുലർച്ചയ്ക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോടയൊക്കെ കണ്ട് ജസ്റ്റ് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയപ്പോൾ കോടയൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ വയനാട് ചുരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മൾ കോഴിക്കോട് അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇവിടുന്ന് ചായ കുടിക്കാൻ കേട്ടോ ഇറങ്ങിയത്. ഈ ഹോട്ടലിൻ്റെ സ്പോട്ട് വന്നിട്ട് വൈത്തിരി ആട്ടോ വരുന്നത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് 2 നെയ് റോസ്റ്റും അതുപോലെ തന്നെ വെള്ളപ്പം ആട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററിൻ്റെ അടുത്തോളം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് നീലഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം എന്താ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വെയിലുണ്ട്, അതിന് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മച്ചൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ അമ്മച്ചൻ്റെയും അമ്മമ്മേൻ്റെയും വീട്. ഫ്രണ്ടിൽ തന്നെ അമ്മച്ചൻ്റെ ആടുമക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ബെല്ലുണ്ട്. ഇവിടെ ഒരു വികൃതിക്കാരനായ മുട്ടനാടുണ്ട് കേട്ടോ. അപ്പം അതിൽ വന്നപ്പം തന്നെ അതിനോടുള്ള ഗുസ്തിപ്പിടുത്തത്തിലാണ്. ഞാനതിൽ പോയപ്പോൾ എന്നെ ഇടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ തന്നെ 2 ദിവസം എന്തായാലും ഞങ്ങളിവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബായ്.